ADGP MR അജിത് കുമാറിന്റെ വിവാദ ശബരിമല ട്രാക്ടർ യാത്രയിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. MR അജിത് കുമാറിന്റെ VIP ദർശനവും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശദീകരണം നൽകും. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ചരക്ക് നീക്കത്തിനുള്ള ട്രാക്ടറിൽ MR അജിത് കുമാറും സഹ ഉദ്യോഗസ്ഥരും യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. സ്വമേധയാ സ്വീകരിച്ച ഹർജി ജസ്റ്റിസുമാരായ V. രാജാ വിജയരാഘവൻ, KV. ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് പരിഗണിക്കുന്നത്. MR അജിത് കുമാറിന്റെ വിവാദ ശബരിമല യാത്രയിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശദീകരണം നൽകും. സ്വാമി അയ്യപ്പൻ റോഡ് വഴി മറ്റാരെങ്കിലും നിയമവിരുദ്ധമായി യാത്ര ചെയ്തോ എന്നതിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും ദേവസ്വം ബോർഡും വിശദീകരണം നൽകും. ADGPയുടെ വിവാദ ട്രാക്ടർ യാത്രയിലെടുത്ത കേസിൽ സ്വീകരിച്ച തുടർ നടപടികളും പോലീസ് ഹൈക്കോടതിയെ അറിയിക്കും. ചരക്ക് വാഹനം യാത്രാവാഹനമായി ഉപയോഗിച്ചതിന് BNS-ലെയും മോട്ടോർ വാഹന നിയമത്തിലെയും വകുപ്പുകൾക്ക് പുറമെ മറ്റ് വകുപ്പുകൾ ചുമത്തിയോ എന്നും കൂടുതൽ പേരെ പ്രതി ചേർത്തോ എന്നതിലും മറുപടി നൽകും. MR അജിത് കുമാർ ശ്രീകോവിലിന് മുന്നിൽ VIP സൗകര്യം ഉപയോഗിച്ച് ദീർഘസമയം ദർശനം നേടിയതിലും ദേവസ്വം ബോർഡ് വിശദീകരണം നൽകിയേക്കും. ADGPയുടെ ട്രാക്ടർ യാത്ര മനഃപൂർവ്വമെന്നും നിർഭാഗ്യകരമെന്നുമായിരുന്നു കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയുടെ വിമർശനമുണ്ടായത്. ട്രാക്ടർ യാത്ര ഹൈക്കോടതിയുടെ മുൻകാല വിധിക്ക് വിരുദ്ധമെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ ആംബുലൻസ് സൗകര്യമുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട്.